വഴി ബ്ലോക്ക് ആയിക്കൂടെ? ഇന്ന് കോളേജ് ക്ലബ് കേരള മീറ്റപ്പ് 2024 ഒരു മീറ്റപ്പ് ഫംഗ്ഷനാണ്. അതിന് നമ്മൾ എത്തിയിട്ടുണ്ട്. കൊല്ലത്ത് വെച്ചിട്ടാണ് പരിപാടി. നമ്മുടെ വണ്ടിയും എത്തിയിട്ടുണ്ട്. രാത്രി തന്നെ വന്നു. ഏകദേശം ഒരു 12 വരെയോടുകൂടി വന്ന് ഇവിടെ ഏകദേശം ഒരു 7-8 മണിയോടുകൂടി എത്തി. ഭാഗത്ത് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നത് തന്നെ. അപ്പോൾ അധികം കുറേ വണ്ടികളൊന്നുമില്ല, ചെറിയൊരു രീതിയിൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇതിൽ കുറേ പേരെയൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് അറിയും, കുറേ പേരെ പരിചയപ്പെട്ടു. അതാണല്ലോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലബ് മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടാനും അതുപോലെ വണ്ടികളെ നമുക്ക് കാണാനും അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ആസ്വദിക്കാനും പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പാലക്കാട്ടിൽ നിന്ന് കൊല്ലം വരെ എല്ലാവരെയും കാണാം, എല്ലാവരുടെ വണ്ടിയും കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഇതാണ് നിസാമുക്കാടെ വണ്ടി. നിസാമുക്കയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് തന്നെ. അപ്പോൾ നിസാമുക്കാൻ്റെ വണ്ടി ഇതാണ്. അതുപോലെ തന്നെ ഈ അലോയിയുടെ കപ്പ് കണ്ട നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു വണ്ടിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സെയിം കപ്പാണ് ഈ കാണുന്നത്. നേരത്തെ ഒരു സ്പോക്ക് ബൈക്കിൻ്റെ സ്പോക്കൊക്കെ വരുന്ന പോലെ പഴയ മോഡൽ വണ്ടികളുടെ ആ ഒരു മോഡലിലേക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ മീറ്റപ്പിൽ വരുമ്പോൾ കിട്ടുന്ന ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഒരുപാട് വണ്ടിയുടെ ഭംഗികൾ, ഒരുപാട് ഐഡിയാസുകൾ, ഒരുപാട് ആൾക്കാർ വെച്ചിരിക്കുന്നത്, ഒരുപാട് പ്രായമുള്ള ആൾക്കാരും അമ്മമാരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അത്രത്തോളം പോലീസിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരുപാട് ആൾക്കാരുണ്ട്, ചെറുതും വലുതുമായ ആൾക്കാർ ഒരുപാടുണ്ട് പോലീസിനോട് ഇഷ്ടപ്പെടുന്നത്. നിസാമുക്കാടെ വണ്ടിയാണിത്, ടാക്സിയാണ്. അതുപോലെ തന്നെ എല്ലാ വണ്ടിയിലും ഏകദേശം സെയിം കാര്യങ്ങളൊക്കെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. ലിപ്പ് കാര്യങ്ങളെല്ലാം ഒരേ മോഡലിലേ വന്നിട്ടുള്ളൂ. ഇപ്പോഴാണ് ഒരു 2-3 മോഡലൊക്കെ ലിപ്പും സ്കേർട്ടും കാര്യങ്ങളൊക്കെ ഓൾട്ടർ ചെയ്ത് വരാൻ തുടങ്ങിയത്. പിന്നെ എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. നമുക്ക് ജെന്യൂനിറ്റി എങ്ങനെയാണോ ആ രീതിക്ക് തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു എക്സ്ട്രാ ലിപ്പും സ്കേർട്ടും സ്കേർട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം, ബാക്കിയൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. ഏകദേശം വണ്ടികളിൽ നമുക്ക് ബുൾബാറുകൾ വെച്ചിട്ടുണ്ട്. ആ ലിപ്പോട് കൂടി തന്നെ സ്കേർട്ടോട് കൂടി തന്നെ ബുൾബാർ വെച്ചിരിക്കുന്നത്. ബുൾബാർ നമുക്കടെ വണ്ടിയിലൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. ഈ ഒരു രീതിയിലേക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെ, അതുപോലെ തന്നെ എല്ലാ വണ്ടിയുടെയും ലോഗോ നമ്മൾ സെയിം ആ ഒരു പാറ്റേണിൽ തന്നെ, ആ കണ്ടീഷനിൽ തന്നെ, ആ കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പുറമേ നിന്നാണ് എടുക്കുന്നത്. ആ ഒരു ലെവലിൽ തന്നെയാണ് എല്ലാ വണ്ടികളിലും ചെയ്തിരിക്കുന്നത്. എല്ലാ വണ്ടിയിലും ആ സ്കേർട്ട് ചെയ്തിരിക്കുന്നത് സെയിം ലെവലിൽ തന്നെയാണ് സ്കേർട്ട് ചെയ്തിരിക്കുന്നത്. ചില വണ്ടികളൊക്കെ ബോഡിയിൽ ലൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നീട്ടി പോകും. ആ ഒരു ജെന്യൂനിറ്റിയിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് വണ്ടി. എല്ലാത്തിലും. പിന്നെ ഇത് നമ്മുടെ പാത്തുവാണ്. പാത്തുവിടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടേക്കാം. ഇപ്പോൾ അധികം ഒന്നും അങ്ങനെ കാണിക്കാനില്ല. ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ കുറേ മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കാം. പിന്നെ ഇത് ലീൻ എല്ലാവർക്കും പരിചയമാണ്. ഇൻസ്റ്റയിലാണെങ്കിൽ ശരി, എല്ലാവർക്കും പരിചയമായിട്ടുള്ള വണ്ടിയാണ്. ബാക്കും കാര്യങ്ങളെല്ലാം ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വേറൊരു വണ്ടിയുടെ ബാക്ക് സൈഡ് കട്ട് ചെയ്തിട്ടാണ് അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡബിൾ സൈലൻസർ മഫ്ലർ ഡബിൾ ഹോളുള്ള തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല വൃത്തിയുണ്ട്. വണ്ടി അതുപോലെ തന്നെ നല്ല വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബോഡി കളർ ആയിക്കോട്ടെ കറക്റ്റ് ആ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ആ ഒരു കളറിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത് കിടക്കുന്ന വണ്ടിയും അതുപോലെ നമുക്ക് കറക്റ്റായിട്ട് പേരും കാര്യങ്ങളൊന്നും പരിചയമില്ല. എങ്കിലും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമുള്ള
രീതിക്ക് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഓരോ കളറും ഓരോ കളർ. നമ്മുടെ കളർ തൊട്ട് നോക്കിയാൽ അപ്പുറത്ത് കിടക്കുന്നത് നമ്മുടെയാണ്. അത് കഴിഞ്ഞാൽ ലീൻ, അത് കഴിഞ്ഞാൽ ഇത് എല്ലാം നോക്കുമ്പോൾ തന്നെ ഓരോരോ കളറിനും ഓരോരോ വ്യത്യാസമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പനി കളറിൽ വരുന്നതാണ് എല്ലാ കളറും ഒരേ സ്റ്റൈലിൽ. ബാക്കി നമ്മൾ മിക്സിങ് ചെയ്തെടുക്കുന്ന ഓരോ കളറുകളും വ്യത്യാസമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. എപ്പോഴും ഒരേ ടോണിൽ കളർ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. വണ്ടി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഹൈലക്സിൻ്റെ മിറർ ആഡ് ചെയ്തിട്ടുണ്ട്. മിറർ വന്നിരിക്കുന്നത് ഒരു എക്സ്ട്രാ ഒരു ഹബ്ബ് പോലെ ഒരു മൗൾഡിങ് പോലെ ഉണ്ടാക്കിയിട്ടാണ് അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ മിററിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം ഇക്കാട വണ്ടി കൊല്ലത്ത് തന്നെയായിരുന്നു. നമ്മൾ ഇന്നലെ വന്നിട്ട് കാലത്ത് നേരത്തെ വന്ന് ഇക്കാട കൂടെയായിരുന്നു. പിന്നെ ഒരുമിച്ചാണ് വന്നത്. നമ്മളിതിൻ്റെ മെക്കാനിക്കൽ വർക്ക് ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ടെസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയും അതേപോലെ ഈ വണ്ടിയും ഒരുമിച്ചാണ് ടെസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ അവിടേക്ക് തന്നെ ടെസ്റ്റ് എടുക്കാനാണ് നിൽക്കുന്നത്. കംപ്ലീറ്റ് മെക്കാനിക്കൽ വർക്ക് കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ ഓയിൽ സർവീസിനടക്കം ഇക്ക നമ്മുടെ അടുത്താണ് വന്നത്. ഓയിൽ സർവീസ് ചെയ്ത് ഇവിടെ നിന്ന് ഓയിൽ സർവീസ് ചെയ്ത് തിരിച്ചിങ്ങ് വന്നു. ഇനിയിപ്പോൾ ഇക്ക ഗൾഫിൽ പോകാൻ പോകുന്നു. അപ്പോൾ പോയതിന് ശേഷം ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വണ്ടി കൊണ്ടുവന്ന് തരും. തന്നതിന് ശേഷം ഫുള്ള് ടെസ്റ്റിനുള്ള വർക്ക് കംപ്ലീറ്റും ചെയ്ത് നീറ്റായിട്ട് പെയിൻ്റ് അടിച്ചിട്ട് നമുക്ക് ഇത് സെറ്റാക്കി കൊടുക്കും. ഇത്ര നേരം കണ്ടതിൽ ഗ്രീൻ കളറിൽ ഒരു വണ്ടി മാത്രം നമുക്കിപ്പോൾ ഗോൾഡ് കളറിൽ കാണാൻ പറ്റും. അതുപോലെ ഒരു സിൽവറുണ്ട്. ബാക്കിയെല്ലാം ഗ്രീൻ കളറിലേക്ക് തന്നെ നിൽക്കുന്ന വണ്ടികൾ. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ട് തന്നെ നിൽക്കുന്നത്. എല്ലാവരും ഒരു ജെനുവിനിറ്റി അങ്ങനെ കീപ്പ് ചെയ്ത് ക്ലിയർ ആയിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. കണ്ടോ, സീറ്റൊക്കെ നല്ല ബൾക്കി സീറ്റാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിരിക്കാൻ തന്നെ നല്ലൊരു ഫീലിംഗ് ഉണ്ടാവും. എന്താ വെച്ചാൽ സൈഡ് സപ്പോർട്ടൊക്കെ നല്ലോണം ഉണ്ട്. അതുകൊണ്ട് ഇരുന്നാൽ തന്നെ ഉറങ്ങിപ്പോവും. ആ ഒരു രീതിക്കാണ്. പോളിസിൻ്റെ സീറ്റിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് തോന്നണം. വണ്ടി ലോക്കാണ്, നമുക്ക് നോക്കാൻ പറ്റില്ല, കസ്റ്റമറും ഇല്ല. പോളിസിൻ്റെ സീറ്റിൽ തന്നെ ആ ഒരു സീറ്റ് സെറ്റ് ചെയ്ത് ആ ഡോർ പാഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ് ആണെങ്കിൽ നീറ്റായിട്ട് അടിച്ചിട്ടുണ്ട്. നല്ലൊരു കളർ ടോണിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഈ വണ്ടി നമുക്ക് ഇൻസ്റ്റയിൽ ഒരുപാട് പരിചിതമാണ്. പേരെനിക്കറിയില്ല, പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല, പരിചയപ്പെടണം. ഇതുപോലെ ബാക്കിൽ കാരിയർ, സ്റ്റോറേജിനുള്ള കാരിയറൊക്കെ വെച്ചിട്ടുണ്ട് അതിനകത്ത്. അതേപോലെ ഈ ഒരു വണ്ടി, ഒരുപാട് വണ്ടികൾ നിൽക്കുന്നുണ്ട്. 30-32 വണ്ടിയോളം ഇന്ന് മീറ്റപ്പിന് വന്നിട്ടുണ്ട്. ഇതൊരു സിൽവർ വണ്ടി. ഈ 2 വണ്ടി സിൽവറും ഒരു ഗോൾഡ് വണ്ടിയുള്ള. ബാക്കി മൊത്തം വണ്ടികളും കിടക്കുന്നത് ഗ്രീൻ ടോണിൽ തന്നെയാണ് കിടക്കുന്നത്. ഏകദേശം വണ്ടികളും ആ ഒരു ജെന്യൂനിറ്റി കീപ്പ് ചെയ്തിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതായാലും ആ ഒരു ജെന്യൂനിറ്റി കീപ്പ് ചെയ്തിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെഡ് കോളേഴ്സും വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ റെഡും സിൽവറും ഗോൾഡും ഓരോ വണ്ടിയുണ്ട്. ബാക്കി കംപ്ലീറ്റും ഗ്രീനാണ് കിടക്കുന്നത്. നമ്മുടെ പാത്തുവിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഫുൾ പെയിൻറ്റ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. ഇനി അതിന് കട്ടിങ്, പോളിഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ വഴിയെ ചെയ്യണം. അപ്പോൾ തന്നെ ഒരു 3 കോളേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. അതിലൊരു ഗോൾഡ് കളർ വണ്ടി നിൽക്കുന്നുണ്ട്. അതും നീറ്റായിട്ട് ഇരിക്കുന്നു. ഓരോ വണ്ടി കാണുമ്പോഴും നമുക്ക് കൊതിയാവാണ്. അതിൽ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും, ഇൻറ്റീരിയറാണെങ്കിൽ ശരി, എക്സ്റ്റീരിയർ ആണെങ്കിൽ ശരി, കാണുമ്പോൾ തന്നെ വളരെ കൊതിയാണ്. അപ്പോൾ ഇത്രയും കോളേഴ്സാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണിച്ച കോളേഴ്സ് ഇത്രയും കോളേഴ്സാണ് നിലവിൽ ഉള്ളത്. ചെറിയൊരു മീറ്റപ്പാണ്, വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ചെറിയൊരു മീറ്റപ്പാണ്. എന്നാലും എല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ നമുക്ക് വളരെ സന്തോഷം. പരിചയപ്പെടാൻ കഴിഞ്ഞാലും വളരെ സന്തോഷം. പിന്നെ ഒരു കോളേജ് ഉള്ളത് ക്യാൽട്ടോ, ഈ ഒരു വണ്ടിയാണ്. ഇനിയിപ്പോൾ അടുത്ത് തന്നെ ഇത് പണിക്ക് കൂടെ നിൽക്കുന്നത് ഈ ഒരു വണ്ടിയാണ്. അപ്പോൾ ഇത്രയും വണ്ടികളാണ് ഇപ്പോൾ നമുക്ക് മീറ്റപ്പിനായിട്ട് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 10-27 വണ്ടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ചെറിയൊരു മീറ്റപ്പാണ്, ചെറിയൊരു ഹോളിലാണ് നടത്തുന്നത്. വലുതായിട്ട് നടത്തുന്നില്ല, ചെറുതായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ എല്ലാ വണ്ടികളും കാണാൻ പറ്റിയൊരു സന്തോഷം. കാണണം, എല്ലാ വണ്ടികളും കാണണം. ആ വണ്ടിയുടെ ഓണേഴ്സിനെയും കാണണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ അത്രയും ലോങ്ങും തന്നെ ഇവിടെ വരെ വന്നത്. കാണാൻ പറ്റിയത് അല്ലാത്ത വളരെയധികം സന്തോഷം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ.